ഇത് മിറാക്കിൾ ഫ്രൂട്ട് പ്ലാന്റ്. ഇത് ഒരു ആഫ്രിക്കൻ പഴച്ചെടിയാണ്. സപ്പോട്ടയുടെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഇത് ഒരു അത്ഭുതപ്പഴം തന്നെയാണ്. ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച് 5 മിനിറ്റിന് ശേഷം പുളിയുള്ളതോ കയ്പുള്ളതോ എന്ത് കഴിച്ചാലും 3-4 മണിക്കൂർ നേരത്തേക്ക് നല്ല മധുരം ഫീൽ ചെയ്യും. ഇതിനുള്ള കാരണം അറിയണ്ടേ? മിറാക്കുലിൻ എന്ന ഒരു ഘടകം ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ മിറാക്കുലിൻ എന്ന പ്രോട്ടീൻ ഘടകമാണ് നമ്മുടെ നാവിൻ്റെ രസകുമിളങ്ങളെ ഉത്തേജിപ്പിച്ച് മറ്റു രുചികൾക്ക് പകരം മധുരം നൽകുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിറയെ പഴങ്ങൾ ഉണ്ടാവുമെങ്കിലും ഒരു പഴത്തിൽ ഒരു സീഡ് എന്ന നിലയിലാണ് കണ്ടുവരുന്നത്. മിറാക്കിൾ ചെടിയുടെ പൂക്കൾക്ക് നല്ല സുഗന്ധമാണ്. പൂക്കൾ ഉണ്ടാകുന്ന ഉടനെ അത് കായ്കളായി മാറുന്നു. പിന്നീട് അധികം ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ നല്ല ചുമന്ന പഴമായി മാറുന്നു. പച്ചിലകൾക്കിടയിൽ ചുമന്ന പഴുത്ത് നിറയെ പഴങ്ങൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതിനാൽ ഒരു ഓർണമെൻ്റൽ ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ടും ഈ മിറാക്കിൾ ഫ്രൂട്ടിനെ നമുക്ക് വളർത്തിയെടുക്കാം. ഈ ചെടി കമ്പുകൾ നട്ടും ഗ്രാഫ്റ്റ് ചെയ്തും ഉണ്ടാക്കിയെടുക്കാം. അധികം പൊക്കം വരാത്ത ബോൺസായി മോഡൽ ചെടിയായിട്ടും കുള്ളൻ ചെടിയായിട്ടും വളർത്തിയെടുക്കാം. വളപ്രയോഗം: സാധാരണ ജൈവവളങ്ങളും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെയാണ് പ്രധാനമായും കൊടുക്കേണ്ടത്. പ്രമേഹ രോഗികൾക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ പഴം. സോഡാ നാരങ്ങയിലും നാരങ്ങാ വെള്ളവുമൊക്കെ നല്ല മധുരത്തിൽ കുടിക്കാനാകും, പഞ്ചസാര ഇല്ലാതെ തന്നെ. അതിനാൽ ഡയബറ്റിക്കാർക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ പഴം. അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിനും കീമോ കഴിഞ്ഞവർക്കുമൊക്കെ നാവിന് രുചി കൂട്ടാനായി ഈ ഫ്രൂട്ട് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊരു ഫ്രൂട്ട് പ്ലാന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ നിന്ന് വാങ്ങി? കായ്ഫലം എങ്ങനെ? വളപ്രയോഗം എങ്ങനെ? എത്ര വില കൊടുത്തു? എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മറ്റുള്ള കർഷകർക്കും ഉപകാരപ്പെടും പുതിയ അറിവുകൾ. മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം വീട്ടിലെ മോരിനും അതുപോലെ നല്ല പുളിയുള്ള സീഡ്ലെസ് നാരങ്ങയ്ക്കുമൊക്കെ നല്ല മധുരമാണ്. മിറാക്കിൾ ഫ്രൂട്ട് പ്ലാന്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.